വിശുദ്ധ യോസേപ്പിതാവിൻ്റെ തിരുനാളാണ്. യോസേപ്പിതാവിനെ പറ്റി പറയുന്ന ഏറ്റവും മനോഹരമായ വാക്ക് സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മറിയത്തെ അവമാനതയാക്കുവാൻ ഇഷ്ടപ്പെടായിക, അദ്ദേഹം അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഇത് കൃത്യമായി പറയുന്നത് പരിശുദ്ധ അമ്മയെ രഹസ്യമായി ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ യോസേപ്പിതാവ് നാട് വിട്ടു പോവുക എന്നുള്ളതാണ് അർത്ഥം. അതിനർത്ഥം പിന്നീട് അമ്മ ഗർഭിണിയായതുകൊണ്ട് ആരും അമ്മയെ കുറ്റപ്പെടുത്തില്ല. എല്ലാവരും പറയും പരിശുദ്ധ അമ്മയെ ചതിച്ച് ഗർഭിണിയാക്കിയിട്ട് യോസേപ്പിതാവ് നാട് വിട്ടുവെന്ന. അതായത് മറ്റൊരാളെ അവമാനതയാക്കാൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് സ്വയം അവമാനം ഏറ്റെടുക്കാൻ തയ്യാറായ വ്യക്തിയാണ് യോസേപ്പിതാവ്. ആ യോസേപ്പിതാവ് നമുക്ക് എന്നും ഒരു മാതൃകയാവട്ടെ. യോസേപ്പിതാവിനെ 5 കാര്യങ്ങളാണ് ദൈവം ഏൽപ്പിച്ചത്. ഒന്നാമത്തെ കാര്യം, യോസേപ്പിതാവ് കുടുംബങ്ങളുടെ മധ്യസ്ഥനാണ്. തിരുക്കുടുംബത്തിന്റെ പാലകൻ എന്ന നിലയിൽ ലോകത്തിലുള്ള എല്ലാ കുടുംബങ്ങളുടെയും മധ്യസ്ഥനാണ് യോസേപ്പിതാവ്. എല്ലാ കുടുംബങ്ങളും അഭയം തേടേണ്ടത് യോസേപ്പിതാവിന്റെ പാദത്തിങ്കിലാണ്. രണ്ടാമത്തെ കാര്യം, യോസേപ്പിതാവ് തിരുസഭയുടെ മധ്യസ്ഥനാണ്, തിരുസഭയുടെ പാലകനാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യരുടെയും പാലകനാണ് യോസേപ്പിതാവ്. എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സഭയെ രക്ഷിക്കുന്നത് യോസേപ്പിതാവാണ്. യോസേപ്പിതാവാണ് സഭയുടെ പാലകൻ. മൂന്നാമത്തെ കാര്യം, യോസേപ്പിതാവാണ് എല്ലാ ബ്രഹ്മചാരികളുടെയും മധ്യസ്ഥൻ. അതായത് കർത്താവിനെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന സകല മനുഷ്യരുടെയും മധ്യസ്ഥൻ യോസേപ്പിതാവാണ്. നാലാമതായി, യോസേപ്പിതാവ് തൊഴിലാളികളുടെ മധ്യസ്ഥനാണ്. തൊഴിലിടങ്ങളിൽ പാർക്കുന്ന, തൊഴിലിൽ വേദന അനുഭവിക്കുന്ന എല്ലാ മനുഷ്യരുടെയും മധ്യസ്ഥനാണ് യോസേപ്പിതാവ്. നന്നായിട്ട് തൊഴിൽ ചെയ്യുവാൻ നമ്മളെ സഹായിക്കുന്നത് യോസേപ്പിതാവിന്റെ മധ്യസ്ഥമാണ്. അഞ്ചാമതായി, നല്ല മരണത്തിന്റെ മധ്യസ്ഥനാണ്. യോസേപ്പിതാവിന്റെ മരണമായിരുന്നു ഏറ്റവും നല്ല മരണം. അതായത് ഈശോയുടെ മടിയിൽ കിടന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പരിചരണങ്ങൾ ആസ്വദിച്ചുകൊണ്ട് യോസേപ്പിതാവ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അങ്ങനെ ഒരു മരണം എല്ലാ മനുഷ്യർക്കും ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് നമ്മൾ നല്ല മരണത്തിന്റെ മധ്യസ്ഥനായി യോസേപ്പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്. യോസേപ്പിതാവിന്റെ തിരുനാൾ നന്മകൾ എല്ലാവർക്കും ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.